നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി പ്രതീക്ഷകളുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ആ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ചാകില്ല ജീവിതം പോകുന്നത്. അപ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടാകും? സങ്കടമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്ര എങ്ങനെയാണെന്ന് തോന്നിപ്പോകും. എവിടെയായിരിക്കും നമുക്കൊരു ശാശ്വതമായ സമാധാനം ലഭിക്കുന്നതെന്ന് ചിന്തിച്ചു പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആകുലതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൻ്റെ യാത്രയിൽ ചിലര് ദൈവത്തെ കൂട്ടുപിടിക്കും, ചിലര് ദൈവത്തിൽ നിന്ന് അകന്നു പോകും, ചിലർക്ക് ഇതിനോടൊക്കെ ഒരു പുച്ഛം തോന്നും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് നാം ഒക്കെ യാത്രയാവുകയാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്. അത് പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. സമാധാനപരമായ ഒരു ജീവിതവും സമാധാനപരമായ വാർദ്ധക്യവും സമാധാനപരമായ ഒരു അന്ത്യവും. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, സമാധാനപരമായ ജീവിതം. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും, നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ കുറെ യാത്രകൾ ചെയ്യുന്ന സമയത്ത്, കഴിഞ്ഞ ആഴ്ചയിൽ ഈ കോട്ടയം ത്തൂടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഒരു മാടക്കടയിലിരുന്ന് കച്ചവടം നടത്തുന്ന ഒരു ദേവസ്യ ചേട്ടനെ പരിചയപ്പെടുവാനായിട്ടിടയായി. ഈ ദേവസ്യ ചേട്ടന്റെ കടയിലേക്ക് നിർത്തിയിട്ട് ഞാനൊരു നാരങ്ങ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കടയിൽ നിർത്തിയത്. അപ്പോൾ ഈ കടയിലേക്ക് വന്നിട്ട് പലരും ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഇല്ല 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 എന്നാ പറയുന്നത്. പലരും വന്ന് ഈ മാടക്കടയിൽ നിർത്തിയിട്ട് എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഇവര് തിരിച്ചു പോകും. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് അവരെ വിടുന്നത്? ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മുമ്പോട്ട് കച്ചവടം പോകുന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇവിടെ വന്ന് ചോദിക്കുന്നവരൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ദേവസ്യ ചേട്ടാ, സിഗരറ്റ് ഉണ്ടോ, പാൻപരാഗുണ്ടോ, മുറുക്കാനുണ്ടോ? ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നോട് വന്ന് ചോദിക്കുന്നത്. ഇതാണ് ഞാൻ ഇല്ല 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 എന്ന് പറഞ്ഞു വിടുന്നത്. ഇപ്പൊ സത്യത്തിൽ മാടക്കടയിൽ എന്തുണ്ടാകണം? ഇതുണ്ടാകണം, അല്ലേ? അപ്പോൾ ഇതില്ലാതെ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വെച്ചാൽ ഞാൻ 15 വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബൈബിളുണ്ട്, ഒരു കൊന്തയുമുണ്ട്. അപ്പോൾ ഈ ആളുകൾ ആരും വരാത്ത സമയത്ത് ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് ചെന്നപ്പോൾ ഇദ്ദേഹം ഈ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ബൈബിളും വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇരുന്നാൽ കച്ചവടം നടക്കുമോ? അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു ദിവസം 500 രൂപയുടെ കച്ചവടം ഉണ്ടാകും, അത് മതി. ഐ ആം സാറ്റിസ്ഫൈഡ് ഇൻ ദ ലൈഫ്. ഇതുകൊണ്ട് എൻ്റെ കൊച്ചു കുടുംബം മുമ്പോട്ട് പോകുന്നുണ്ട്, ഇത് മതി. 15 വർഷത്തിന് മുമ്പ് ഈ ദേവസ്യ ചേട്ടൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കോട്ടയത്തുള്ള പ്രമുഖനായ ഒരു മദ്യപാനിയായിരുന്നു. ആ പ്രമുഖനായ മദ്യപാനി തന്റെ മദ്യപാനം നിർത്തി തന്റെ ജീവിതം ഇതല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിന് തനിക്കൊരു കൊച്ചു മാടക്കട വേണമെന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയതാണ്. എന്നാൽ ഇന്നുവരെ തന്റെ കടയിൽ പിന്നീട് മനുഷ്യനെ നശിപ്പിക്കുന്നതായ ഒരു സാഹചര്യങ്ങളും വിറ്റുള്ള ലാഭം എനിക്ക് വേണ്ട എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യൻ പറയുകയാണ്, എനിക്കൊരു ദിവസം 500 രൂപ കിട്ടും, ഐ ആം സാറ്റിസ്ഫൈഡ് ഇൻ ദ ലൈഫ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നതിനേക്കാൾ അപ്പുറമായി യു ആർ സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രതീക്ഷകൾക്കപ്പുറമായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക. ഇന്നത്തെ വേദഭാഗവും അതിനോട് ചേർന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
മലയാളത്തിലെ നല്ല ഒരു എഴുത്തുകാരനാണ് KP അപ്പൻ. അദ്ദേഹം ഒരു ഹൈന്ദവനായ എഴുത്തുകാരനാണ്. അദ്ദേഹം മരണപ്പെട്ടു. അനേകം ക്രിസ്തീയ സാഹിത്യത്തിൽ അനേകം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: ആർ യു ബിലീവർ? നിങ്ങൾ വിശ്വാസിയാണോ? ഇങ്ങനെയുള്ള ഒരു ചോദ്യമാണ്. താങ്കൾ വിശ്വാസിയാണോ? അപ്പോൾ ഈ ചോദ്യം കേട്ടിട്ട് ഈ എഴുത്തുകാരൻ ഈ ചോദ്യകർത്താവിനോട് തിരികെ ചോദിക്കുന്നുണ്ട്: ആരാണ് വിശ്വാസി? നിങ്ങൾ വിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് തിരികെ മറുപടി കൊടുത്തത് എങ്ങനെയാണ്? ആരാണ് വിശ്വാസി? അപ്പോൾ നമ്മളോട് ഈ ചോദ്യം ചോദിക്കുക, ആരാ വിശ്വാസി? നമ്മളൊക്കെ പറയും നമ്മള് കറതീർന്ന നല്ല സത്യവിശ്വാസമുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള കാവൽക്കാരാണെന്ന് നമ്മൾ പറയും. നമ്മളൊക്കെ ആരാണ്? വിശ്വാസ സമൂഹം എന്നാണ് പറയുന്നത്, അല്ലേ? വിശ്വാസ സമൂഹത്തിന്റെ കാവലാളുകളായിട്ടൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: ആരാണ് വിശ്വാസി? അപ്പോൾ ഈ ചോദ്യം കേട്ട ചോദ്യകർത്താവ് തിരിച്ചു പറയുന്നു: ദൈവമുണ്ടെന്ന് പറയുന്നവനാണ് ആര്? ശരിയല്ലേ? ദൈവത്തെ വിശ്വസിക്കുന്നവരെ വിളിക്കുന്ന പേരല്ലേ ദൈവവിശ്വാസി എന്നുള്ളത്? ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരെ നമ്മൾ എങ്ങനെ പറയും? നിരീശ്വരവാദികളെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, അല്ലേ? ഇന്ന് അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ കൂടുന്നുമുണ്ട്. എന്നാൽ ഇദ്ദേഹം പറയുകയാണ്, ആരാണ് വിശ്വാസി എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ മറുപടി അങ്ങനെയാണ്: ദൈവം ഉണ്ടെന്ന് പറയുന്നവനാണ് ആര്? വിശ്വാസി. അപ്പോൾ ഈ എഴുത്തുകാരൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. അവിടെയാണ് ചോദ്യകർത്താവിന്റെ പിന്നീടുള്ള മറുപടി പറയാതെ പോകുന്നത്. പിന്നീട് ചോദിച്ചത് ഈ ചോദ്യമാണ്: അങ്ങനെയെങ്കിൽ ദൈവമുണ്ടെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് വിശ്വാസിയാണോ പിശാചാണോ? എന്തായിരിക്കും മറുപടി? ഉറക്കെ പറ. അതാണ് കറക്റ്റ്. ഇവിടെ വിശ്വാസിയേക്കാൾ കൂടുതൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ആരാ? പിശാച. അങ്ങനെയെങ്കിൽ പിശാച് ദൈവവിശ്വാസിയാണോ? ഇതാണ് അച്ഛന്റെ ചോദ്യം. അങ്ങനെയെങ്കിൽ പിശാച് ദൈവവിശ്വാസിയാണോ? അപ്പോൾ ഈ എഴുത്തുകാരൻ അവന്റെ അവസാനത്ത് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്: ദൈവമുണ്ടെന്ന് പറയുന്നവനല്ല വിശ്വാസി, ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവനാണ് വിശ്വാസി. കറക്റ്റാണ്. ദൈവമുണ്ട്, ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്റെ നിരൂപണങ്ങളെ തിരിച്ചറിയുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഓരോ ദിവസവും ജീവിക്കുന്നവനാണ് ആര്? യഥാർത്ഥ വിശ്വാസിയുടെ കർത്തവ്യം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ യാത്രയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടത്തെ ചില കാര്യങ്ങളിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാലത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? പ്രായമായവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അച്ഛാ, ഈ കാലഘട്ടത്തെ ഞങ്ങൾ കാണുന്നത് ഒരു അന്ത്യകാലമായിട്ടാണ്, അല്ലേ? അങ്ങനെയല്ലേ അച്ഛാ? കാരണം കാണാൻ കേൾക്കാൻ സാഹചര്യമില്ലാത്ത പലതും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്നതായ മനുഷ്യ സമൂഹം ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ആരും നിങ്ങളും ജീവിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം അന്ത്യകാലഘട്ടത്തിന്റെ ഒരു തുടക്കമാണോ എന്ന് തോന്നുന്നു. അങ്ങനെ അന്ത്യകാലഘട്ടമായി നാം ജീവിക്കുന്ന കാലഘട്ടത്തെ കാണുമ്പോൾ വീണ്ടും ഈ കാലഘട്ടത്തെ എങ്ങനെ വിളിക്കാം? ഒരു കഷ്ടം പിടിച്ച കാലമായിട്ട് കാണാം, അല്ലേ? എങ്ങനെ ഈ കഷ്ടം പിടിച്ച കാലം? കോവിഡ് വന്നു, അതിനു മുമ്പ് വെള്ളപ്പൊക്കം വന്നു, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതെല്ലാം കുറഞ്ഞു വരും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചൂട്, അല്ലേ? എന്തൊരു ചൂടാ, എന്തൊരു ഉഷ്ണമാ, അല്ലേ? അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ വ്യതിയാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ കഷ്ടം പിടിച്ച കാലമായിട്ട് നമുക്കതിനെ കാണാം. കാരണം എന്താ? മനുഷ്യനല്ലാതെ മറ്റെന്തിനും വിലയുള്ള കാലം, അല്ലേ? എന്തിനാ വിലക്കുറവുള്ളത്? എല്ലാത്തിനും വിലയാണ്, അല്ലേ? പുതിയ സർക്കാർ വന്നാലും
നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തിനേലുമൊക്കെ വിലക്കയറ്റം കുറയുമെന്നാണ്. പക്ഷെ അവർ പറയുന്നത് എന്താണ്? ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ട് ഇപ്പം കുറയ്ക്കാൻ പറ്റത്തില്ലെന്നാണ്. അപ്പോൾ ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നാം ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വലിയ കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. മൂന്നാമതായിട്ട്, കുറച്ചുകൂടി പഴമയുള്ള ആളുകളൊക്കെ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അത് കുറവാണ്. എന്താ? ഈ പഴഞ്ചൊല്ലുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. ചില അമ്മച്ചിമാരൊക്കെ വീടുകളിൽ വളരെ മനോഹരമായിട്ട് മരുമക്കളോടൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ കാലത്തെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വേലി വിളവ് തിന്നുന്ന കാലം. വേലി വിളവ് തിന്നുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ കുറച്ചുകൂടി ചിന്തിക്കുന്ന ഒരു എഴുത്തുകാരൻ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? മഴയ്ക്ക് തീ പിടിക്കുന്ന കാലം. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ ഉള്ളത് എന്ന് ആദ്യം തിരിച്ചറിയുക. ഈ കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? ഈ കാലഘട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം എന്താണ്? ഒരു ദേവാലയത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരു പുരോഹിതന്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരു മക്കളുടെ ഉത്തരവാദിത്വം എന്താണ്? അതാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് അതിനെ ഇങ്ങനെ നമുക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ട് പറ്റും. കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച കൃപ എന്തായി തീരരുത്? വ്യർത്ഥമായി തീരരുത്. അതിനുവേണ്ടിയുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഈ ധ്യാനത്തിനായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം നമുക്കൊക്കെ പരിചിതമായ ഒരു സംഭവമാണ്. ആ സംഭവം നിങ്ങൾക്കറിയാം. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതൊരു ചെറിയ കോൺവെർസേഷനാണ്, ഒരു സംഭാഷണമാണ്. ആര് തമ്മിലുള്ളതാണെന്നറിയാമോ? കർത്താവും പിശാചും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഈ കോൺവെർസേഷനിൽ ചില കാര്യങ്ങൾ നമ്മെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വേദഭാഗം മറ്റ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്റ്റ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസ് എവങ്കേലിസ്റ്റ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും ഈ സെയിം സംഭവത്തെ കാണുവാനായിട്ട് കഴിയും. കർത്താവ് യോർദാൻ നദിയിൽ മാമോദീസ ഏറ്റതിനു ശേഷം എവിടേക്ക് പോയെന്നാ പറയുന്നത്? മരുഭൂമിയിലേക്ക് പോയി. എന്തിനാ മരുഭൂമിയിലേക്ക് പോയത്? 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി. അപ്പോൾ അവിടെ ആര് വന്നു? ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം പിശാച് വന്നു. പിശാച് വന്നിട്ട് കർത്താവിനോട് സംസാരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ പറയുന്നത്, ഈ വേദഭാഗത്തിൽ പറയുന്നത്. എന്നാൽ ഈ വേദഭാഗത്തെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ നാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ വേദഭാഗത്തിന് ഒരു ചെറിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. എന്താണ് ചരിത്ര പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം വേദപുസ്തകം പുതിയ നിയമത്തിന്റെ സൂചകങ്ങൾ അനേകം പഴയ നിയമത്തിലുമുണ്ട്. പഴയ നിയമത്തിന്റെ ആശയങ്ങൾ പകുതിയും നമുക്ക് എവിടെ കാണുവാനായിട്ട് കഴിയും? പുതിയ നിയമത്തിലും കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ സംഭവത്തിന്റെ സൂചകങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനെ പറ്റിയാണ് എവിടെ പറയുന്നത്? ഈ പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇവിടെ കർത്താവ് എവിടേക്ക് പ്രവേശിക്കുകയാണ്? യോർദാൻ നദിയിൽ മാമോദീസ ഏറ്റ് എവിടേക്ക് പ്രവേശിക്കുന്നു? മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാമത്തെ ഇത് തമ്മിലുള്ള സാമ്യത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. രണ്ടാമതായിട്ട് പറയുന്നു, പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവിടെ ഇസ്രായേലിനെ പറ്റി യഹോവയായ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേൽ എന്റെ പുത്രൻ, അവൻ എന്റെ ആദ്യജാതൻ.
കർത്താവ് യോർദാൻ നദിയിൽ മാമോദീസ ഏറ്റപ്പോൾ എന്താ കേട്ടത്? സ്വർഗം തുറന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സാമ്യം. മൂന്നാമത്തെ സാമ്യത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുറപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായം 21-ാമത്തെ വാക്യം. എന്താണ് അവിടെ പറയുന്നത്? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി ഇസ്രായേൽ ജനത്തെ എങ്ങോട്ട് നയിച്ചു? മരുഭൂമിയിലേക്ക് നയിച്ചെങ്കിൽ ഈ വേദഭാഗത്തിന്റെ അവസാനം പറയുന്നു, മാലാഖമാർ കർത്താവിനെ എവിടേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് അവന്റെ കൂടെ പോയി? മരുഭൂമിയിലേക്ക് പോയി. കണ്ടോ? ആ വേദഭാഗവും പഴയ നിയമ ചരിത്രവുമായുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ അവിടെ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമ ഇസ്രായേൽ പ്രലോഭനങ്ങളിലും പരീക്ഷകളിലും തോറ്റുപോയെങ്കിൽ പുതിയ നിയമത്തിന്റെ നായകനായ ക്രിസ്തു പ്രലോഭനങ്ങളിൽ ജയിച്ചു, പരീക്ഷയിൽ ജയിച്ചു. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസമാണ് നാം ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച കർത്താവിന്റെ അടുക്കലേക്ക് ആരെത്തുകയാണ്? പിശാചെത്തുകയാണ്. ഇസ്രായേൽ ജനം എത്ര വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു? 40 വർഷം. ഈ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഹിസ്റ്ററിയിൽ പറയുന്നത്, മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്ക്, കനാനിലേക്ക് എത്തുവാൻ എത്ര ദിവസം മതിയായിരുന്നു? 4 ദിവസം മതിയായിരുന്നു. എത്ര ദിവസത്തെ യാത്ര മതിയായിരുന്നു? കേവലം 3 അല്ലെങ്കിൽ 4. പക്ഷേ എത്ര വർഷം വേണ്ടി വന്നു? 40 വർഷം. എന്താ കാരണം? ആ മരുഭൂമി മുഴുവൻ ചുറ്റിച്ചിട്ടാണ് അവരെവിടെ എത്തിയത്? എവിടെ എത്തിയത്? കനാൻ ദേശത്തെത്തിയത്. യാത്രയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കാലേബും അഹറോനും അല്ലാതെ വേറെ ആരും എവിടെ എത്തിയില്ല? കനാൻ ദേശത്തെത്തിയില്ല. ബാക്കിയുള്ളവരെല്ലാം യാത്രയിൽ മരിച്ചു. പ്രിയമുള്ളവരെ, ഇതായിരുന്നു ആ യാത്രയുടെ പ്രത്യേകത. എന്തായിരുന്നു ആ യാത്ര അവരെ പഠിപ്പിച്ചത്? ആ മരുഭൂമിയുടെ യാത്രയിൽ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഒന്നാമതായിട്ട് പറയുന്നത്, ജീവിതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കംഫോർട്ട് സോണിലല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും തിരിച്ചറിയുക, നമ്മുടെ തുടക്കം മുതൽ, നമ്മുടെ ജനനം മുതൽ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും പ്രതിസന്ധികൾ ഉണ്ടാകും, സന്തോഷങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. പക്ഷേ നിന്റെ കൂടെ ആരുണ്ടെന്ന് നീ തിരിച്ചറിയാതെ പോകുന്നതാണ് നിന്റെ ജീവിതത്തിന്റെ പരാജയം. ഇസ്രായേൽ ജനവും തിരിച്ചറിയാതെ പോയത് ഇത് തന്നെയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ പോലെ ആയിരുന്നു. അവസരത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കും. ദൈവം അനുഗ്രഹിച്ചപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നാൽ വെള്ളം കിട്ടാതെ വന്നപ്പോൾ, ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ, ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ആരെയാണ് ആരും പുറത്താക്കിയത്? ദൈവത്തെ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയുക. ഒന്നാമതായി ഈ യാത്രയിൽ, ജീവിതത്തിന്റെ വലിയ യാത്രയിൽ ഇങ്ങനെ ചില കംഫോർട്ട് സോണുകൾ നമുക്ക് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുമ്പോഴാണ് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതം എത്ര സുരക്ഷിതമായിട്ടായിരുന്നു ദൈവം ഇത്രയും നാൾ നടത്തിയത്. രണ്ടാമതായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഇവരുടെ ജീവിതത്തെ കുറിച്ച്, The wilderness make us feel isolated. ചില ഏകാന്തതകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. മരുഭൂമിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ ആരുമില്ലാതെ അടഞ്ഞു കിടക്കുന്നത്. മക്കളൊക്കെ വിദേശത്താണ്. മാതാപിതാക്കൾ മാത്രം താമസിക്കുന്നതായ സ്ഥലം. അവിടെ ചില സാഹചര്യങ്ങളിൽ അവർ ഒറ്റപ്പെടുന്നുണ്ട്. എന്നാൽ മാതാപിതാക്കൾ മാത്രമല്ല, ഈ ഏകാന്തതകൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. ചില ജോലിയിടങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ, ചില ബന്ധങ്ങളിലൊക്കെ. അപ്പോൾ ഏകാന്തതകൾ അനുഭവിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ എന്താണ്? അതിന് മൂന്നാമത് വീണ്ടും ഒരു വാക്കുകൂടെ പറയുന്നുണ്ട്. ദ ഡെസേർട്ട് എന്ന് പറയുന്ന വാക്കിന് ഹീബ്രുവിൽ ഇങ്ങനെ ഒരു ആശയമാണ് കാണുന്നത്, മിഡ്ബാർ. എന്താണ് ഈ മിഡ്ബാർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? മിഡ്ബാർ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് സംതിങ്, ടു ഹിയർ സംതിങ്. ചിലത് കേൾക്കുവാനും
ചില അറിയുവാനുമുള്ള ഇടം കൂടിയാണ് എന്തെന്ന് പറയുന്നത് മരുഭൂമി. പ്രിയമുള്ളവരെ, ചില നിശബ്ദതകളും ചില ഏകാന്തതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ഒന്ന് തിരിച്ചറിയണം, എന്ത് ഇത്രയും കാലം ഞാൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? നമ്മൾ പള്ളി വരുന്നത് എന്തിനാ? നമ്മുടെ ആവലാദികൾ ദൈവത്തോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ പ്രയാസങ്ങൾ ദൈവത്തോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരിക്കലെങ്കിലും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്റെ ദൈവത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന്? ദൈവത്തിന് എന്നോട് എന്തെങ്കിലും പറയുവാനായിട്ടുണ്ടോ എന്ന്? അങ്ങനെ ചിന്തിക്കാതെ നാം നമ്മുടെ ആവലാദികളും വേവലാദികളും മാത്രം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്? ഇത് തന്നെയാണ് ദൈവവും ഓർമ്മപ്പെടുത്തുന്നത്. ഈ മരുഭൂമിയിൽ, ഈ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ ദൈവത്തിന് ചിലത് സംസാരിക്കുവാനുണ്ട്. ദൈവത്തിന് സംസാരിക്കുവാനുള്ളത് കേട്ട ഒരാളിനെ കുറിച്ചാണ് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നത്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ കിടന്നുറങ്ങുന്ന ഒരു കൊച്ചുബാലൻ, അവനെ ദൈവം വിളിക്കുകയാണ്. എങ്ങനെയാ വിളിക്കുന്നത്? ശമൂവേലേ, ശമൂവേലേ, ശമൂവേലേ. ദൈവം ഒരു മനുഷ്യനെ പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. അവനെ വിളിച്ചിട്ട് അവനോട് ചോദിക്കുകയാ, അവനോട് സംസാരിക്കുകയാണ്. പക്ഷേ അവൻ ഇതാരെന്ന് വിളിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ദേവാലയത്തിന് പുറത്തും തന്റെ പുരോഹിതനോടും ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ പറയുകയാണ്, കുഞ്ഞെ, നിന്നെ വിളിച്ചതാരാ? ദൈവമാണെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ചില തിരിച്ചറിവിലേക്ക് പോകുമ്പോഴാണ് ദൈവം എന്റെ ജീവിതത്തിൽ ആരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ മനസ്സിലാകുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ആദ്യമായി നാം നേരിടേണ്ട ആദ്യത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? പിശാച്. വേദപുസ്തകത്തിൽ പിശാചിന് ഒത്തിരി പേരുകളുണ്ട് അല്ലേ? ഒത്തിരി പേരുകളിലാണ് പിശാചിനെ വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത്. നമുക്ക് കുറച്ച് പേരുകളൊക്കെ അറിയാം. ഒന്നാമത്തെ പേരെന്താ? ഞാൻ അച്ഛൻ പറഞ്ഞ പിശാച് എന്ന് പറഞ്ഞ പേരുണ്ട്. പിന്നെന്തുണ്ട്? നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും സാത്താൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ? പിന്നെ ഇപ്പം പുതിയ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ ലൂസിഫർ എന്നുള്ള പേരൊക്കെ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം വേദപുസ്തകത്തിൽ പിന്നെന്ത് പറയുന്നുണ്ട്? ബിലയാൽ എന്ന് പറയുന്ന പേര് പറയുന്നുണ്ട്. ബേസബൂബ് എന്ന് പറയുന്ന പേര് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഒരു പേര് പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബിലയാൽ എന്ന് പറയുന്ന പേര്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പറയുന്നതായ ഒരു പേരുണ്ട്. ആ പേരാരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥനകളിലൊക്കെ പിശാചിനെ വിളിക്കുന്നത് അങ്ങനെയാണ്. എന്താ പേര്? കേട്ടിട്ടുണ്ടോ? ആകൽ കറുസ. കേട്ടിട്ടുണ്ടോ വാക്ക്? അത് സുറിയാനി പിതാക്കന്മാർ നമ്മുടെ പ്രാർത്ഥനകളിൽ പിശാചിനെ വിളിക്കുന്ന പേരാ. എന്താണത്? അതിന്റെ അർത്ഥം വ്യാജം, കുരള എന്ന് പറയുന്നത് ഭക്ഷണമാക്കിയവനെ വിളിക്കുന്ന പേരാ. കാരണം ആദ്യമായിട്ട് പിശാച് ഈ ഹവ്വായുടെ അടുക്കലേക്ക് ചെന്നത് സത്യം പറഞ്ഞുകൊണ്ടാണോ? അല്ല, കള്ളം പറഞ്ഞുകൊണ്ടാ. അപ്പൊ കള്ളം പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ വിളിക്കുന്നതിന് വേണ്ടി സുറിയാനി പിതാക്കന്മാർ പറഞ്ഞിട്ട പേരാണ് ആകൽ കറുസ. അങ്ങനെ ഒത്തിരി പേരുകളിൽ പിശാചിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ പരിചയപ്പെടുത്തലിനോട് ചേർന്ന് തന്നെ വേദപുസ്തകത്തിൽ 2 കാര്യങ്ങളാണ് ഈ സംഭവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, 2 വാക്കുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പരീക്ഷിക്കുക, പ്രലോഭിപ്പിക്കുക. എന്തൊക്കെയാ? പരീക്ഷിക്കുക, പ്രലോഭിപ്പിക്കുക. അപ്പോൾ ഇത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ വാക്യത്തിന്റെ മേളിൽ എഴുതിയിരിക്കുന്ന ഹെഡിങ് തന്നെ എങ്ങനെയാണെന്ന് അറിയാമോ? ദ ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാ പറയുന്നത്. എന്താ? കർത്താവിന്റെ പ്രലോഭനം, ടെംപ്റ്റേഷൻ. ഈ വാക്ക് തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ഉള്ള നമ്മുടെ ലോർഡ്സ് പ്രയറിൽ, നമ്മുടെ കർത്തൃ പ്രാർത്ഥനയിൽ പ്രലോഭനങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പക്ഷേ നമ്മൾ അത് എന്താക്കി മാറ്റും? പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കും. പക്ഷേ അതിന്റെ യഥാർത്ഥമായ മലയാള വാക്കിന്റെ ഉപയോഗം എന്താണ്? പ്രലോഭനം എന്നാണ്. അങ്ങനെയെങ്കിൽ അച്ഛൻ ചോദിക്കട്ടെ, ദൈവം മനുഷ്യനെ പ്രലോഭിപ്പിക്കുമോ? പ്രലോഭിപ്പിക്കും. ദൈവം മനുഷ്യനെ പ്രലോഭിപ്പിക്കും? യെസ് ഓർ നോ? യെസ് എന്നാണോ? എന്നാ തിരിച്ച് രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി. സാത്താൻ മനുഷ്യനെ പ്രലോഭിപ്പിക്കുമോ? സാത്താൻ പ്രലോഭിപ്പിക്കും, ദൈവം പ്രലോഭിപ്പിക്കത്തില്ല. ശരിയാ. അപ്പോൾ ഈ 2 വാക്യങ്ങൾ, പ്രലോഭനവും പരീക്ഷണവും. എന്നാൽ അടുത്ത വാക്യത്തിനെയാണ്, ദൈവം മനുഷ്യനെ പരീക്ഷിക്കുമോ? പറ, പരീക്ഷിക്കുമോ? ഈ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഭവനകൂദാശയുടെ
കൂദാശ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൽ പങ്കാളികളായിട്ടുണ്ട്. അതിനകത്തൊരു പ്രാർത്ഥനയുണ്ട്. ഇയ്യോബിനെ അവന്റെ സമ്പാദ്യങ്ങളും തന്റെ പരീക്ഷണത്തിന് ശേഷം തിരികെ കൊടുത്തതുപോലെയും ദൈവം മനുഷ്യനെ പരീക്ഷിക്കും. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ? എന്തിനാ പരീക്ഷ നടത്തുന്നേ? എന്തിനാ പരീക്ഷ നടത്തുന്നത്? ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ താഴെ നിന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. അവിടെ പരീക്ഷണം ഉണ്ടാകും. അതെന്തിനു വേണ്ടിയിട്ടാണ്? പരീക്ഷണങ്ങൾ ജീവിതത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടല്ല, എന്നാൽ പ്രലോഭനങ്ങൾ ജീവിതത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് ഇവിടെ വാക്ക് നാം മനസ്സിലാക്കേണ്ടത്. പ്രലോഭനവും പരീക്ഷണവും രണ്ടും രണ്ടാണ്. നാം ജീവിതത്തിൽ പ്രലോഭനത്തിന് അടിമയായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തകർന്നു പോകുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രലോഭനമായി പിശാച് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്താണ് പറയുന്നത്? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. 40 ദിവസത്തെ ഉപവാസം, 40 ദിവസത്തെ പ്രാർത്ഥന. ഇതെല്ലാം കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ദ നീഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്? ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട്. ഈ ഗ്രാമർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നീഡ് ആൻഡ് വാണ്ട്. നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏറ്റവും അത്യാവശ്യം, നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള ഒരു കാര്യം. ഐ നീഡ് ഗ്ലാസ് ഓഫ് വാട്ടർ. പക്ഷേ വാണ്ട് എന്താണ്? എന്റെ ആഗ്രഹമാണ്, എനിക്ക് അവിടെ വരെ പോകണം. അപ്പൊ ഈ നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് ഇവിടെ കർത്താവിനോട് വന്ന് പറയുകയാണ്, ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. ആര് പറഞ്ഞതാ? പിശാച് പറഞ്ഞതാ. എന്തിനു പറഞ്ഞതാ? കർത്താവിന്റെ ആവശ്യം എന്താണ്? ആഹാരമാണെന്ന് ആർക്ക് തോന്നി? പിശാചിന് തോന്നി. അതുകൊണ്ട് എന്തു വേണം? ഈ കല്ല് അപ്പമായി തീർന്നിട്ട് ഭക്ഷിച്ച് നീ ആദ്യം എന്ത് ചെയ്യണം? നിന്റെ വിശപ്പ് അവസാനിപ്പിക്കുക. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്ക്, അതിന് മറുപടി എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ഇതാണ് കർത്താവ് പറഞ്ഞ മറുപടി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടിയിൽ കർത്താവ് പറഞ്ഞത് ഒരു കാര്യമാണ്. കർത്താവ് എന്തിനാ അങ്ങനെ ഒരു റിപ്ലൈ കൊടുത്തത്, അങ്ങനെ ഒരു മറുപടി കൊടുത്തത്? കർത്താവിന് ആഹാരത്തിന്റെ നീഡ് അറിയാഞ്ഞിട്ടാണ്. 5 അപ്പം കൊണ്ട് എത്ര പേരെയാ പോഷിപ്പിച്ച്? എന്നിട്ട് പിന്നെ മീനില്ലെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവിടെ വല വീശാനാ പറഞ്ഞത്. എന്നിട്ട് കുഞ്ഞുങ്ങളെ എന്റെ കൂടെ വന്ന് ആഹാരം കഴിക്കാനായിട്ട് പറഞ്ഞു, അല്ലേ? അപ്പത്തിന്റെ നീഡ് കർത്താവിന് അറിയാം, അത് മനുഷ്യന് ആവശ്യമാണെന്ന് കർത്താവിന് അറിയാം. പക്ഷെ എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞു? അതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. എന്നാൽ നമ്മൾ പറയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. ഈ തിരിച്ചറിവിലാണ് വ്യത്യാസം ഉണ്ടാകേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്. എന്റെ പണം കൊണ്ട് മാത്രം എനിക്ക് ജീവിക്കാൻ സാധിക്കും, എന്റെ പദവി കൊണ്ട് മാത്രം എനിക്ക് ജീവിക്കുവാൻ സാധിക്കും, എന്റെ ആരോഗ്യം കൊണ്ട് മാത്രം എനിക്ക് ജീവിക്കാൻ സാധിക്കും. സാധിക്കുമോ? ഇല്ല. അതാണ് കർത്താവ് പറയുന്നത്. ദിസ് ഈസ് ദ നീഡ്. നമ്മുടെ ജീവിതത്തിൽ ചില ആവശ്യങ്ങൾ ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. ബാക്കിയുള്ള ആവശ്യങ്ങളെ നമ്മുടെ രണ്ടാമത്തെ സെക്കൻഡറി പാർട്ടാക്കി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജീവിതം തകർന്നു പോകും. പ്രിയമുള്ളവരെ, ജീവിതം നിശ്ചലമായി പോകും. എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടില് എന്റെ ഒരു നല്ല സാഹചര്യത്തിൽ ജീവിച്ചതായ ഒരു കുടുംബമാണ്. അപ്പനും അമ്മയും വെൽ സെറ്റിൽഡ് ആണ്. എന്നാൽ ഇന്ന് വൈകിട്ട് ആ പിതാവ് നോർത്ത് ഇന്ത്യയിലേക്ക് വണ്ടി കയറുകയാണ് കരഞ്ഞുകൊണ്ട്. കാരണം വീട്ടിൽ താമസിക്കുവാനായിട്ട് സുരക്ഷിതത്വമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മകൻ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായി ആ വീട് മുഴുവൻ അടിച്ച് തകർത്ത് അവർക്ക് ജീവിക്കുവാനായിട്ട് പറ്റാത്ത സാഹചര്യമായി നിൽക്കുന്നു. എന്റെയൊക്കെ കൊച്ചു കുട്ടിക്കാലത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്തോരം കാര്യങ്ങൾ, ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ആ അപ്പന്റെയും അമ്മയുടെയും മകനായിട്ട് ഞാൻ ജനിച്ചില്ല, ഇപ്പോഴല്ലോ ഇല്ല.
പ്രിയമുള്ളവരെ, നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ച് ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നാം തിരിച്ചറിയണം. ഇതുകൊണ്ട് മാത്രമല്ല ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ കർത്താവ് അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ടും ജീവിക്കുന്നു. ഈ വചനം കൊണ്ടും ജീവിക്കുവാനായിട്ട് കഴിയുമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാ വചനം കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്? കൊച്ചു ക്ലാസ്സിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളോട് പണ്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗം ഉണ്ടായിരുന്നു. എന്ത്? യഹോവ എന്റെ ഇടയനാകുന്നു എന്നുള്ളത്. ഈ യഹോവ ഇടയനാകുന്നത് എന്തിന്റെ ബലമാണ്? ഓരോ മനുഷ്യന്റെ സാഹചര്യത്തിലും ദൈവം എന്നെ ഒരു പിതാവും ഒരു മകനുമായി കണ്ട് പോറ്റിപ്പുലർത്തുന്നുള്ള ഒരു തിരിച്ചറിവല്ലേ പ്രിയമുള്ളവരെ? അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് ചില ശക്തിയുണ്ട്. ആ വചനത്തിന്റെ ശക്തിയെ പറ്റി പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, പിശാചിനോട് എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെടുക്കണം? ഒരു വലിയ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. എന്നാൽ വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കണം. ആദ്യത്തെ 2 കാര്യങ്ങൾ ധരിക്കാനല്ല പറയുന്നത്, എടുക്കാനാ പറയുന്നത്. എന്തൊക്കെയാ എടുക്കാൻ പറയുന്നത്? വിശ്വാസം എന്ന പരിച എടുക്കണം. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ കൈക്കൊള്ളണം. ഈ 2 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ധരിക്കാനായിട്ട് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ പരിചയം. എവിടെയാണ്? ഈ ബൈബിളുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഇടവക ശുശ്രൂഷയിലായിരുന്ന സമയത്ത് ഒരിടവകയിലെ ഭവനങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യുവാനായിട്ട് ചെന്നപ്പോൾ, പള്ളിക്കാരുടെ കൂടെയാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അമ്മച്ചി മാത്രമേ താമസിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഈ ചില പള്ളികളിലൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഡയറക്ടറിയുടെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മച്ചിയുടെ ഒരു ഫോട്ടോ വേണം. അപ്പോൾ ഈ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞങ്ങൾ പള്ളിയിൽ നിന്നാണ് വരുന്നത്, ഇങ്ങനെ ഒരു ഡയറക്ടറി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയുടെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയത് കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ അമ്മച്ചിയുടെ ഒരു ഫോട്ടോവും കൂടെ തരണം. ഞാനാ പറഞ്ഞത്. അമ്മച്ചി എൻ്റെ കയ്യിൽ റൂമിൽ പോയിട്ട് കൊണ്ടു തന്നത് ഒരു വേദപുസ്തകം തന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മച്ചി ഞാൻ ഫോട്ടോയാ ചോദിച്ചത്, വേദപുസ്തകമല്ല. അച്ഛാ അതിനകത്തെല്ലാം ഉണ്ട്. ഞാൻ തുറന്നു നോക്കി. ആദ്യം കണ്ടത് അതിന്റെ ആദ്യത്തെ പേജിലിരിക്കുന്നു റേഷൻ കാർഡ്. കുറച്ചുകൂടെ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ആധാർ കാർഡ്. കുറച്ച് നോക്കിയപ്പോൾ അതിന്റെ അവസാനത്ത് അമ്മച്ചിയുടെ ഫോട്ടോയും ഉണ്ട്. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്താ ഇതൊക്കെ ഇതിനകത്ത് വെച്ചേക്കുന്നേ? അച്ഛാ ഇതിനകത്ത് വെച്ച സേഫാ, ആരും എടുക്കത്തില്ല, കളഞ്ഞും പോകത്തില്ല. കാരണം എന്താ? ഇത് നമ്മൾ വലിയ പരിഗണിക്കാറില്ല. ഇതെവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും. എത്ര വേദപുസ്തകം പുതിയതായിട്ട് പൊട്ടിക്കാത്തത് നമ്മുടെ ഷെൽഫിലുണ്ട് അല്ലേ? നമ്മൾ ഈ പാത്രങ്ങളൊക്കെ പൊട്ടിക്കാതെ ഷെൽഫിനകത്ത് വെച്ചേക്കുന്ന സാഹചര്യങ്ങൾ പല വീടുകളിലും ഉണ്ട് അല്ലേ? ഒരിടത്ത് ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു, അമ്മച്ചി എന്തിനാ ഇങ്ങനെ ഈ പാത്രങ്ങളൊക്കെ ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു? അമ്മച്ചി കഴിക്കുന്ന പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആ പാത്രത്തിന്റെ പെയിന്റ് എല്ലാം അങ്ങ് പോയി, എന്നിട്ടും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മച്ചി പറഞ്ഞ ആരെങ്കിലും വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 വർഷമായിട്ട് എത്ര പേരാ നമ്മുടെ വീട്ടിൽ വന്നേ? എത്ര പേർക്ക് നമ്മൾ ചോറ് കൊടുത്തേ? എത്ര പേർക്ക് കാപ്പി കൊടുത്തേ? എന്നിട്ട് നമ്മൾ പറയുക വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ഈ ഷെൽഫിനകത്തുള്ള സാധനം. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് അതിനെ ക്രമീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ദൈവവചനത്തിന് ചില ശക്തിയുണ്ട്. ആ ദൈവവചനത്തിന് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മലങ്കര സഭയിൽ എല്ലാവരുടെയും ഗുരുവായിരുന്ന ഡോക്ടർ TJ ജോഷുവ അച്ഛന്റെ അവസാനത്തെ യാത്രാ സമയത്തിന്റെ അദ്ദേഹത്തിന്റെ ശവസ്കാര ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു നന്ദി പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നൊരാൾ അച്ഛൻ പറഞ്ഞ ഒറ്റ ഒരു കാര്യത്തെ കുറിച്ചായിരുന്നു അവിടെ പറഞ്ഞത്. ഇത്രയും കാലം എന്നെ വഴി നടത്തി ഞാൻ വായിച്ചു പഠിപ്പിച്ച എന്റെ വേദപുസ്തകം എന്റെ ശവപ്പെട്ടിയോട് ചേർത്ത് വെച്ച് എന്നെ സംസ്കരിക്കണം. പ്രിയമുള്ളവരെ, അതായിരുന്നു ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജീവിതം തീരുന്നതിന് മുമ്പ് ഈ വേദപുസ്തകം അവസാനം എല്ലാം ഒന്നും വായിച്ചു മനസ്സിലായില്ലെങ്കിൽ പോലും എന്റെ വിരലടയാളം ഈ വേദപുസ്തകത്തിന്റെ എല്ലാ താളുകളിലും എത്തിച്ചേരുന്ന ഒരു അനുഭവം?
ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് തീരുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഈ വേദപുസ്തകം ഒന്ന് വായിച്ചു തീർക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകേണ്ടേ? ഇതാണ് ആ വചനത്തിന്റെ ശക്തി. കർത്താവോട് ഓർമ്മപ്പെടുത്തുകയാണ്, മറ്റു പലതും നമ്മുടെ ജീവിതത്തിൽ നീടാണെന്ന് തോന്നിയാലും നമുക്ക് ആവശ്യമുള്ളതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ പ്രലോഭനത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് രണ്ടാമത്തെ പ്രലോഭനം? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എന്താണ്? ദൈവപുത്രനെങ്കിൽ നീ താഴേക്ക് ചാടുക. ഒരു വലിയ ഗോപുര അഗ്രത്തിൽ കൊണ്ടുപോയിട്ട് പിശാച് ആരോട് പറയുകയാണ്? കർത്താവിനോട് പറയുകയാണ്, എന്ത്? നീ താഴേക്ക് ചാടുക. ഈ ചാടുക മാത്രമല്ല പിശാച് അവിടെ പറഞ്ഞത്, കർത്താവിനോട് പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. നീ ചാടിക്കോ, ആര് നിന്നെ താങ്ങിക്കൊള്ളും? മാലാഖമാർ നിന്നെ താങ്ങുന്നതിന് വേണ്ടി കൽപ്പിക്കുക. ഈ വേദഭാഗം എവിടുന്ന് വരുന്നതാ? ഈ വേദഭാഗം കേട്ടിട്ടുണ്ടോ? നമ്മുടെ എല്ലാ ആരാധനയിലും സന്ധ്യാ നമസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിന്റെ കാൽ കല്ലിൽ തട്ടാതെ ഇരിക്കുവാൻ മാലാഖമാരോട് അവൻ കൽപ്പിക്കും. 91-ാം സങ്കീർത്തനം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളെക്കാൾ കൂടുതൽ വചനം ആർക്കറിയാം? പിശാചിനറിയാം. നമ്മളെക്കാൾ കൂടുതൽ ദൈവത്തെ ആര് മനസ്സിലാക്കി? പിശാച് മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവത്തോടെ ചേർന്നിരിക്കുന്ന നാം ദൈവസന്നിധിയിലേക്ക് അടുക്കും തോറും നമ്മളെ അകലുവാനായിട്ട് ശ്രമിക്കുന്ന ഒരേ ഒരു ശക്തിയാണിത്. ആ ശക്തി നമ്മളോടും കർത്താവിനോടും പറയുന്നതും സെയിം ആശയം തന്നെയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, യു ഹാവ് ടു പ്രൂവ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. നീ എന്ത് ചെയ്യണം? നീ തെളിയിക്കണം ആരാണ് ദൈവപുത്രൻ എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ എന്താ? നീ താഴേക്ക് ചാടണം. ഇങ്ങനെ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത് മാത്രം കേൾക്കാനാണ് നമുക്ക് ആഗ്രഹം, അല്ലേ? നമ്മളെ കുറിച്ച് ആരെങ്കിലും ദോഷം പറയുന്നത് കേൾക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആർക്കും ആഗ്രഹമില്ല. നമ്മളെ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊള്ളാമെന്നൊക്കെ ഒന്ന് പറയണം. നമ്മളെ ആരെങ്കിലും ഒക്കെ ഒന്ന് അംഗീകരിക്കണം. ഈ അംഗീകരണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മളൊക്കെ എന്തിടുന്നത്? സ്റ്റാറ്റസ് ഇടുന്നത്, വാട്സപ്പിൽ ഇടയ്ക്ക് ഫോട്ടോസ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലേ? ഇതൊക്കെ കാണും ഇടയ്ക്കിടയ്ക്ക്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ ആരെങ്കിലും ഒക്കെ നമ്മളെ ഒന്ന് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ ഒറ്റപ്പെടുമ്പോൾ എത്ര പേര് നമ്മുടെ കൂടെ കാണും? ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് എല്ലാവരും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടേണ്ടതായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ മുന്നോട്ട് നയിക്കുവാനായിട്ട് കഴിയുന്നത്? അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ത്യൻ ആർമിയിലെ ഒരു സർവീസ് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും എൻ്റെ അടുക്കിലേക്ക് ഈ സോൾജിയേഴ്സ് കടന്നു വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫാദർ, ദിസ് ഡേ ഈസ് അവർ ലാസ്റ്റ് ഡേ ഓഫ് ലൈഫ്. ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യാത്ര ചെയ്യേണ്ട വഴികളെ കുറിച്ചാണ് അവൻ പറയുന്നത്. ഈ യാത്ര ചെയ്യുന്ന വഴികൾ, ഞങ്ങളുടെ യൂണിറ്റ് നിലനിൽക്കുന്നത് ചൈന ബോർഡറിന്റെ 4 സ്ഥലങ്ങളിലാണ്. ഈ ചൈന ബോർഡറിന്റെ 4 സ്ഥലങ്ങളിൽ എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ സർവീസിലൊക്കെ ഇരിക്കുന്നവർക്കറിയാം, ഏകദേശം ഏറ്റവും മുകളിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ 19,000 അടി മുകളിൽ ചെല്ലണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മൂന്നാറൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3,500-4,000 അടിയേ ഉള്ളൂ. അപ്പോഴേക്കും അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ 19,000 അടി ഉയരത്തിലാണ് ഇവർക്ക് യാത്ര ചെയ്യേണ്ടത്. ഈ 19,000 അടി ഉയരത്തിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവിടെ എത്തിച്ചേരത്തില്ല. അവർക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കേവലം 1 മാസം അല്ലെങ്കിൽ 1.5 മാസം എടുക്കും ആ മുകളിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ. ഈ യാത്രയിൽ അവരാദ്യം ഓരോ സ്റ്റേഷനുകളിലും നിന്ന് അവിടെ ഒരാഴ്ച താമസിച്ച്, ആ താമസിച്ചതിന് ശേഷം ഇവരുടെ ഹെൽത്തും ഇവരുടെ ഓക്സിജൻ ലെവലും ഇവരുടെ ടെമ്പറേച്ചറും എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് കയറുകയുള്ളൂ. അങ്ങനെ കയറി അവസാനം അവർ 19,000 അടി ഉയരത്തിലുള്ള ആ പോസ്റ്റ് ചെല്ലുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഏകദേശം -20,
-25. ഇപ്പൊ നിലവിൽ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് -15 ആണ്. അപ്പോൾ ഇത്രയും കഠിനമായ തണുപ്പിന്റെ അന്തരീക്ഷത്തിലേക്കാണ് അവർ ചെല്ലുന്നത്. ഈ യാത്ര എന്ന് പറയുന്നത് ഏതെങ്കിലും നിമിഷത്തിൽ സ്നോഫോൾ വീണെങ്കിൽ അവിടെ കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരാൾ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ കേവലം 90 ദിവസം അവരവിടെ നിൽക്കണമെന്നാണ്. ഒരാൾ അവിടെ സർവീസ് ചെയ്യണം. അതിനുശേഷം മാത്രം കാഷ്വാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചിറക്കുകയുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ഈ യാത്ര എന്ന് പറയുന്നത് ഞങ്ങളുടെ അവസാനത്തെ ഒരു യാത്രയായിട്ടാണ് കാണുന്നത്. തിരിച്ചു വരും എന്നുള്ള ഉറപ്പിലാണ് ഈ പോകുന്നതെങ്കിലും പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഫാദർ പ്ലീസ് പ്രേ ഫോർ മീ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടു പോയി. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രമാത്രം ബലം നൽകുന്നതാണ് എന്ന് ഓരോ മനുഷ്യരും തിരിച്ചറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയും കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഈ മനുഷ്യൻ നാം കാണിക്കുന്ന ചില ഷോ ഓഫ് അല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഷോ ഓഫ് ലൈഫ് കാണിച്ച മനുഷ്യരായിരുന്നു പുരാതന കാലത്ത് യഹൂദന്മാരുടെ ഗണത്തിലും ഉണ്ടായിരുന്നു. ആരൊക്കെ? പരീശന്മാർ, സദൂക്യർ. ഇവരെന്തുകൊണ്ട് കർത്താവിനെ ക്രൂശിൽ തെറിച്ചു എന്ന് ചോദിച്ചാൽ അവരാഗ്രഹിച്ച പോലെയുള്ള ഒരു മശിഹ അല്ല അവർ കണ്ടതും അവരറിഞ്ഞതും. അപ്പോൾ അതിനെതിരായി നിന്നു. പ്രിയമുള്ളവരെ, നാം ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ദൈവത്തെ കാണുന്നത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം മാറിപ്പോകുന്നത്. ദേവാലയത്തിലേക്ക് ഇന്ന് കടന്നു വരുന്നവരുടെ എണ്ണത്തിൽ യുവാക്കളുടെ എണ്ണം കുറവാണോ കൂടുതലാണോ? കുറവാണ്. കാരണം എന്താ കാരണം? ഇപ്പം ഒരു യൂത്ത് ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരു യുവാവിനെ അനേക നാളായിട്ട് പള്ളിയിൽ കാണാനായിട്ട് കഴിയാതെ വന്നപ്പോൾ പേഴ്സണലായിട്ട് അവനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ നീ എന്താണ് ഇപ്പം പള്ളിയിലൊന്നും നിന്നെ കാണാൻ കഴിയാത്തത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ കാര്യം എങ്ങനെയാണ്? അച്ഛൻ, ഞാൻ പള്ളിയിൽ വരുമ്പോൾ കേൾക്കുന്നത് എന്താണ്? തുടക്കം മുതൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഇന്നും അതില്ലേ കേട്ടെ? ഇല്ലയോ? എത്ര വർഷം കൊണ്ട് ഇത് തന്നെയല്ലയോ കേട്ടോണ്ടിരിക്കുന്നേ? വല്ല മാറ്റമുണ്ടോ? അവസാനം കുർബാന കഴിയുമ്പോൾ അച്ഛൻ പറയും, സമാധാനത്തോടെ നിങ്ങൾ പോവുക. ഇന്നത്തെ കുർബാനയിലും അത് തന്നെയല്ലേ സംഭവിച്ച? മാറ്റം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോൾ നിരന്തരമായി ഞാൻ ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അച്ഛൻ വന്നതുകൊണ്ട് വേറൊരു കാര്യത്തിൽ മാറ്റമുണ്ടായി. എല്ലാ ആഴ്ചയിലും അച്ഛൻ കുർബാനയ്ക്കിടുന്ന കാപ്പയുടെ കളർ മാറുന്നുണ്ട്. ആ കളറിന്റെ വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ ആരാധനയിൽ ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ എന്തിനാണ് പള്ളിയിലേക്ക് കടന്നു വരുന്നതിന്റെ ആവശ്യകത? എന്തിനാ പള്ളി വരുന്നേ? പ്രാർത്ഥിക്കാൻ. എന്തു പ്രാർത്ഥിക്കാൻ? എന്തിനാ ഇന്ന് ധ്യാനത്തിനിവിടെ വന്നിരിക്കുന്നത്? എന്തിനാ ഇരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ പള്ളിയും ആരാധനയും നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, മലയാള മനോരമയുടെ KM മാത്യു സാർ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. 8ാമത്തെ മോതിരം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അമ്മ തന്റെ 8 മക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ പറ്റിയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. എന്നാൽ ഈ അമ്മ പ്രാർത്ഥിക്കുന്ന 2 കാര്യങ്ങൾ ആ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നും കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തിയിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെയാണ്. 1, കഞ്ഞിക്ക് മുട്ടുണ്ടാകരുതേ. 2, മക്കൾക്ക് വകതിരിവ് കൊടുക്കണേ. ഈ 2 കാര്യങ്ങൾ മാത്രമേ അമ്മ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നാ പറഞ്ഞിട്ടുള്ളൂ. എന്താ? കഞ്ഞിക്ക് മുട്ടുണ്ടാകരുതേ, മക്കൾക്ക് വകതിരിവ് കൊടുക്കണമേ. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു 15 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 20 വർഷത്തിന് മുമ്പ് ഈ അമ്മച്ചിയുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടില്ലേ അമ്മച്ചി? ഒരു നേരത്തെ വസ്ത്രത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? ഒരു നേരത്തെ സാഹചര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? എന്നാൽ ഇന്ന് അത് ആവശ്യമില്ല. കാരണം എന്താണ്? ഇന്ന് ആവശ്യം പോലെ അനേകം നമ്മുടെ വീട്ടിലുണ്ട്. എന്നാൽ തിരിച്ചറിയുക, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പള്ളിയിൽ വരുന്നത് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ് നമ്മുടെ പ്രാർത്ഥന. ഓരോ ദിവസവും എന്നെ നടത്തുന്നത് ദൈവത്തിന്റെ കൃപയാണെന്നുള്ള തിരിച്ചറിവിലുള്ള നന്ദിയാണ് എൻ്റെ ആരാധന.
ആ നന്ദിയുടെ ആരാധനയുടെ മകുടമായതുകൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങളൊന്നും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാനായിട്ട് പിതാക്കന്മാർ അതിനകത്ത് എഴുതി വെക്കാത്തത്. എന്നാൽ പിതാക്കന്മാർ ഒരു കാര്യം എഴുതി വെച്ചു. നമ്മുടെ ആരാധനയിൽ ഇങ്ങനെ പാടുന്നുണ്ട്: നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി അയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നെൻ സർവഘടങ്ങൾ ആരാഞ്ഞാൽ നരകം താനം അവകാശം, നിന്നെ വിളിപ്പ കഴിവന്നേ. മനസ്സിലായോ? ജീവിതം ദൈവം തന്ന ഒരു വലിയ ഗിഫ്റ്റാണ്. അവിടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ലൈഫിനെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്: ലൈഫ് ഈസ് എ ഫ്രാജൈൽ ഹാൻഡിൽ വിത്ത് പ്രയർ. എപ്പം വേണമെങ്കിലും ഉടഞ്ഞു പോകാവുന്ന ഒരു മൺപാത്രമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവം എത്രമാത്രമാണ് എന്നെ കരുതുന്നത്, ദൈവം എത്രമാത്രം അധികമായിട്ടാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. അവിടെ നിന്ന് രണ്ടാമത്തെ പ്രലോഭനത്തിന്റെ വ്യത്യാസത്തിലേക്ക് നാം മാറുന്നു. മൂന്നാമത്തെ പ്രലോഭനത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് സർവവും ആരെ കാണിച്ചു കൊടുത്തു? കർത്താവിനെ പിശാച് കാണിച്ചു കൊടുത്തു. ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമാണ് പറഞ്ഞത്: ഇതൊക്കെ ആർക്ക് തരാം? കർത്താവിന് തരാം. എന്തോ ചെയ്താൽ മതി? എന്നെ കുമ്പിട്ട് നമസ്കരിച്ചാൽ മതി. എന്നെ കുമ്പിട്ട് നമസ്കരിച്ചാൽ ഈ ലോകം കാണുന്നതായ, ഈ ലോകത്ത് അനുഭവിക്കാവുന്നതായ സകലതും ആർക്ക് ലഭിക്കും? കർത്താവിന് ലഭിക്കും. പിശാച് ആരോടാണ് പറയുന്നത്? ഇതെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനോട് സൃഷ്ടി പറയുകയാണ് എന്ത്? ഇതെല്ലാം തരാമെന്ന്. അപ്പോൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: കല്ലപ്പമാകുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ലോകത്തിലേക്ക് വന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ജീവന്റെ അപ്പമായി മാറുന്നതിന് വേണ്ടിയാണ്. കല്ലപ്പമാകുന്നതല്ല ജീവിതം, ജീവന്റെ അപ്പമായി മാറി മുറിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് ആരാധന. ആ ആരാധന ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. ഇവിടെ എല്ലാം നഷ്ടപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഓഫർ പിശാച് നമ്മുടെ മുമ്പിലാണ് വെച്ചിരുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ മറുപടി? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരാൾ വളരെ രസകരമായിട്ട് പറഞ്ഞു: അച്ഛാ, പിശാച് കർത്താവിനോട് കുമ്പിടാനേ പറഞ്ഞുള്ളൂ, എന്നോടെങ്ങാണമാണ് പറഞ്ഞതെങ്കിൽ ഞാൻ അവിടെ കിടന്ന് വീണ് കിടന്ന് ഉരുണ്ടേനെ. കാരണം കുറച്ചുകൂടെ എങ്ങാനും അധികം കിട്ടിയാലോ, കുമ്പിട്ടതിനെങ്കിലും ഉരുണ്ട് കിടന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടെ കിട്ടിയാൽ. നമ്മുടെയൊക്കെ ആഗ്രഹം ഇങ്ങനെയായി മാറി. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ ലൈഫിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൃപ്തിയുള്ളവരല്ലെങ്കിൽ, എന്ത് കിട്ടിയാലും എന്തനുഭവിച്ചാലും ജീവിതത്തിൽ എന്തുണ്ടാകില്ല? സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുകയില്ല. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച നിസായിലെ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന പിതാവ് ഇപ്രകാരം പറയുന്നുണ്ട്: തെറ്റിനെ ന്യായീകരിക്കുന്നവൻ ആരാണ്? പിശാച്. തെറ്റിനെ തിരുത്തുന്നവനെ വിളിക്കുന്ന പേരാണ് മനുഷ്യൻ. എന്നാൽ തെറ്റിൽ പശ്ചാത്തപിക്കുന്നവനാണ് വിശുദ്ധൻ. തെറ്റിനെ ന്യായീകരിക്കുന്നവനാരാണ്? പിശാച്. എപ്പോഴും നമുക്ക് ഓരോ ന്യായീകരണങ്ങളുണ്ട്. എന്റെ കുഴപ്പം കൊണ്ടല്ല എന്റെ കുടുംബം ഇങ്ങനെ പോകുന്നത്. ഓരോരുത്തരും അവരവർ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളെ ന്യായീകരിക്കുകയല്ല വേണ്ടത്, അതിനെ കൂടുതൽ ഊർജ്ജതയോടെ എന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ 3-ാമത്തെ പ്രലോഭനത്തിൽ നമുക്ക് വിജയം കാണുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ ദ ടെംപ്റ്റേഷൻ ഓഫ് ഫിസിക്കൽ എന്തായിരുന്നു? കല്ല് അപ്പമായി തീരുന്നു. 2 ടെംപ്റ്റേഷൻ ഓഫ് മൈൻഡ്, മെന്റൽ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. 3 ദ ടെംപ്റ്റേഷൻ ഓഫ് സ്പിരിച്വൽ,
ആത്മീയ ജീവിതത്തിൽ നമുക്ക് ചില തിരുത്തലുകൾ ആവശ്യമാണ്. പള്ളിയിൽ വന്നതുകൊണ്ടോ ആരാധനയിൽ സംബന്ധിച്ചതുകൊണ്ടോ നമ്മുടെ ജീവിതത്തെ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ആരാധനയോട് സംബന്ധിക്കുമ്പോൾ, ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്കും നാം ആയിരിക്കുന്ന ജനസമൂഹത്തിനും ചില പ്രത്യേകതകൾ രൂപപ്പെടുത്തുവാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഒന്നാമതായി, കർത്താവ് ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചപ്പോൾ കർത്താവിനോട് ചേർന്ന് മാലാഖമാർ വന്ന് അവരെ സേവിച്ചു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചേർന്ന് നിൽക്കാമെന്നുണ്ടെങ്കിൽ അവസാനം വരെയും ദൈവം നമ്മളെ കരുതും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാനായിട്ട് ഏറെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദൈവത്തിന്റെ വലിയൊരു നിയോഗത്താൽ ഈ ഒരു അനുഭവത്തിലേക്ക് എത്തുമ്പോൾ, ഈ മിലിറ്ററി സർവീസിലേക്ക് ചെന്നെത്തുമ്പോൾ, 2 വർഷമായി ഞാൻ ഈ സർവീസിലുണ്ട്. ഇതിനു മുമ്പ് 6 മാസത്തെ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 83 കിലോ വെയിറ്റ് ആണ്. എന്നാൽ തിരിച്ചു വരുമ്പോൾ 66 കിലോ വെയിറ്റുമായിട്ടാണ് ഞാൻ തിരികെ എത്തുന്നത്. എന്നെ കണ്ടിട്ട് എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായില്ല ഇത് ആരാണ്. അപ്പോൾ 6 മാസത്തെ കഠിനമായ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ ഓരോ ദിവസവും രാത്രിയിൽ കിടക്കാൻ നേരത്ത് ചെല്ലുമ്പോൾ ബൂട്ടിട്ട് കാല് പൊട്ടി കൊടുക്ക കുത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയ 4 മൂവിന്റെ ഓയിൽമെന്റ് ആണ് തീർന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അങ്ങ് പുറത്തു പോയേക്കാമെന്ന്. എന്നാൽ അവിടെയൊക്കെ ദൈവം എന്നെ ശക്തീകരിച്ചത്, ദിസ് കോൾ ഈസ് ഡിഫറെന്റ്, യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് ഹൈ. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഇങ്ങനെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ആയിരിക്കുന്നത് എവിടെയാണോ, നമ്മൾ ഏത് സാഹചര്യത്തിലാണോ, ആ സാഹചര്യങ്ങൾക്കനുസരണമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ശോഭ നമ്മെ വല്ലാതെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജീവിക്കുവാനും ജീവിത സാഹചര്യങ്ങൾ തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ മനോഹരമായ കൃതിക്ക് ഇങ്ങനെ ഒരു പേരിടുന്നുണ്ട്, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും? നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും ഒക്കെ നമ്മളോട് വലിയ സ്നേഹമാണെന്ന്. എന്നാൽ തിരിച്ചറിയുക പ്രിയമുള്ളവരെ, നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് എത്ര പേര് ചിരിച്ചു എന്നുള്ളതല്ല. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കരയുവാൻ ഒരു തുള്ളി കണ്ണുനീർ എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മച്ചി, എൻ്റെ പപ്പ, എൻ്റെ മമ്മി, he was the nature is very beautiful. അവരുടെ ലൈഫ് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. തലമുറകളോളം അവർ നിങ്ങളെ ഓർക്കും. തലമുറകളോളം എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെക്കും. അങ്ങനെ ഒരു ജീവിതമായി ക്രമീകരിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ തണൽ ഈ ഉപവാസത്തിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രത്യേകമായി ഈ വലിയ പുണ്യഭൂമിയിലേക്ക് കടന്നു വരുവാനും ദൈവവചനത്തെ അറിയിക്കുവാനും അവസരം തന്നിട്ടുള്ള പ്രിയപ്പെട്ട വികാരി അച്ഛൻ, വൈദിക സഹോദരങ്ങൾ എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ മിനിസ്ട്രി, എൻ്റെ സർവീസ്, എൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമേ എന്ന് സ്നേഹത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ, ഈ വെള്ളിയാഴ്ച നല്ല ദിനത്തിൽ അനേകം വേവലാതികളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി ഈ പുണ്യഭൂമിയിൽ പരിശുദ്ധന്റെ കബറിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. സാത്താൻ ഞങ്ങളെ വല്ലാതെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തോടെ ചേർന്നിരിക്കുന്നു. അവന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ദൈവബന്ധത്തിലായിരുന്നു കൊണ്ട് നല്ല മാതൃകകളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ ഗീവർഗീസ്സയുടെ മധ്യസ്ഥത കാവലും അഭയവുമായിരിക്കണമേ. നൊമ്പരങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയോടെ നേരിടുവാൻ ഇടയാകണമേ. ഞങ്ങളുടെ ജീവിതം ദൈവം തന്ന വലിയ കൃപയുടെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കളെയും തലമുറകളെയും അനുഗ്രഹിക്കപ്പെടുന്ന ദൈവസ്നേഹത്തിലായിരിക്കാൻ ഇടയാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ
കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.